നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷം നടത്തിയ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ GK ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? ഓപ്ഷൻ എ ആണ് VP മേനോൻ. പ്രശസ്ത ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്തത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഓപ്ഷൻ എ ആണ് ഭൗതിക ശാസ്ത്രം. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഓപ്ഷൻ എ ആണ് ഇന്ത്യ. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി. ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ഓപ്ഷൻ സി ആണ് ചൈന. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ചൈനയുമായിട്ടാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം? ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെയാണ് നടന്നത്. തമ്പിദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ഓപ്ഷൻ എ ആണ് 1809 ജനുവരി 11. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി ആണ് 1953. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദിനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ ആണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ? ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമയാണ്. നോട്ട് ചെയ്തോളുക. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഇത് ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇതിനകത്ത് ശരിയല്ലാത്തത് D ആണ്, ബാക്കിയെല്ലാം ശരിയാണ്. ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ. ശരിയാണ്. 2014 ജനുവരി 16 ഇന്ത്യയിൽ ഈ നിയമം നടപ്പിൽ വരുന്നത്. ശരിയാണ്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ശരിയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഓപ്ഷൻ എ ആണ് റാഡ്ക്ലിഫ് ലൈൻ. ലോകത്തെ എത്ര സമയ മേഖലകളായി തിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് 24. പ്രാദേശികവാദം അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് കരക്കാറ്റ്. ലൂ, ചിനൂക്ക്, ഫൊൻ ഇതൊക്കെ പ്രാദേശികവാദങ്ങളാണ്. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? കൃഷിയിടത്തെ ചിത്രീകരിക്കുന്നത് മഞ്ഞ നിറമാണ്. ഓപ്ഷൻ സി ആണ്. മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം? ഓപ്ഷൻ സി ആണ് ചെറുകിട വായ്പ നൽകൽ. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? ഓപ്ഷൻ ബി ആണ് കന്നഡ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം? ഓപ്ഷൻ ഡി ആണ് കൂൺശില. കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമാണ് കൂൺശില. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ? ഓപ്ഷൻ എ ആണ് അറബിക്കടലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായത്. സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരമേത്? ഓപ്ഷൻ എ ആണ് അലിഗഡ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി? ഓപ്ഷൻ ബി ആണ് സൈമൺ ബൊളിവർ. ലോകമഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ്. ഉൾപ്പെടുന്നവ ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാര്? നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായാണ്. 2019 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ എ ആണ് ഇംഗ്ലണ്ട്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി? ഓപ്ഷൻ സി ആണ് പാലിയത്തച്ചൻ. കൊച്ചിയിൽ പാലിയത്തച്ചനാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ആണ് മാനന്തവാടി. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929. 1859 ജർമ്മനിയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ ബി ആണ് അയർലൻഡ്. 1859
ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. അദ്ദേഹം അയർലൻഡുകാരനായിരുന്നു. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് വി.ഡി. ഭട്ടതിരിപ്പാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ് കോഴിക്കോടാണ്. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ഡി ആണ് ലൈഫ്. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ്. 2017 നോക്കണ്ട. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 324. കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഓപ്ഷൻ ബി ആണ് പാലാട്ട് മോഹൻദാസ്. ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ സിനർജി. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ഓപ്ഷൻ സി ആണ് 1098. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 12ാം തവണയും കിരീടം നേടിയ ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ് കോഴിക്കോട്. ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻ ബി ആണ് യെൻ. താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് അലഹബാദ്. നാസിക്, അലഹബാദ്, ഹരിദ്വാറിലൊക്കെ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം? ഓപ്ഷൻ ബി തൂത്തുക്കുടി. ലോക ജലദിനം? ഓപ്ഷൻ സി ആണ് മാർച്ച് 22 ലോക ജലദിനം. പ്രവൃത്തിയുടെ യൂണിറ്റ്? ഓപ്ഷൻ ബി ആണ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓപ്ഷൻ ഡി ആണ് അസറ്റിക് ആസിഡ്. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് പക്ഷികളെ പറ്റിയാണ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം? ഓപ്ഷൻ ബി ആണ് തലച്ചോറിനെയാണ്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഓപ്ഷൻ ഡി ആണ് കുരുമുളകിൻ്റെയാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ ബി ബുധൻ. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ എ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ 100ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്? ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ ബി ആണ് 1956 നവംബർ 1 രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് അരിസ്റ്റോട്ടിൽ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ A.N. ഷംസീറാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് സമത്വ സമാജം. താഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി.